ജനകീയരായിട്ടുള്ള പലരെയും ഇതുപോലെ ഒഴിവാക്കി അവർക്ക് ഇഷ്ടപ്പെട്ടവരെ എല്ലാം ഓരോരോ കാര്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്ഥിതി. ബാക്കിയുള്ളവരെ നൈസായിട്ട് ഞാൻ പാർട്ടിക്കാരി അല്ലെന്ന് പറയരുതെന്നൊരു കണ്ടീഷനാണ് അവർക്കുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ ഒന്നും ചെയ്യണ്ടെന്ന് വരെ എന്നോട് പറഞ്ഞു, പാർട്ടിക്കാരി അല്ലെന്ന് പറയാം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി എന്നെ പൂർണ്ണമായിട്ട് പൊതുമണ്ഡലത്തിൽ നിന്ന് ഒതുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന്. അപ്പൊ അത് ആദ്യമൊന്നും എനിക്ക് പിടിയിട്ടില്ല. പിന്നെ എനിക്ക് നന്നായി മനസ്സിലായി സകല കാര്യങ്ങളും ഞാൻ കൊണ്ടുവന്ന പദ്ധതികൾ അദ്ദേഹത്തിന്റെ ആക്കി മാറ്റിക്കൊണ്ട് എനിക്ക് ഒരു വാല്യൂ ഇല്ലാതെ ഞാൻ ഈ കണ്ട കാലം അത്രയും പ്രവർത്തിച്ച് പാർട്ടിയെ വളർത്താൻ ഉപയോഗപ്പെടുത്തിയതിനൊന്നും ഒരു വിലയും കൽപ്പിക്കാതെയാണ് അവർ അങ്ങനെ കാണിച്ചത്. എന്തിനങ്ങനെ എന്നോട് ചെയ്തെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ എനിക്കറിഞ്ഞൂടാ. സത്യം, അങ്ങനെ എന്നോട് ചെയ്യാൻ പാടുണ്ടായിരുന്നോ? ഞാൻ ഇത്രയും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. 15 വർഷക്കാലം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അവർ പറഞ്ഞപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായി വന്നത്. അപ്പൊ വെറും 102 വോട്ടിനാണ് അന്ന് ജയിച്ചത്. അത് കേസും ഒക്കെ ഉണ്ടായിരുന്നു. അതിലെല്ലാം ഞാൻ ചെലവ് സഹിതം എനിക്കെതിരെയുള്ള കേസ് തള്ളിപ്പോയി. പക്ഷെ പിന്നീട് രണ്ടാമത് വലിയ ഭൂരിപക്ഷത്തിലാണ് ആ ഡിവിഷനിൽ തന്നെ, ജില്ലാ ഡിവിഷനിൽ ജയിക്കുന്നത്. കഠിനമായി ജോലി ചെയ്ത എല്ലാ കാര്യത്തിലും സജീവമായി ഇടപെട്ടതുകൊണ്ടാണ്. ആ ചെയ്ത ജോലി പാർട്ടിയെ വളർത്തി എന്നുള്ളത് അവര് മറന്നുപോയി. നൈസായിട്ട് അടുത്ത ആള് ജയിച്ചു കഴിഞ്ഞപ്പം ഇനി അദ്ദേഹത്തിന്റെ ഇമേജ് കുറഞ്ഞു പോയോ, ഞാൻ എവിടെയെങ്കിലും കയറി ചെന്നാൽ ജനങ്ങൾ എന്റെ അടുത്തേക്ക് വരും. സത്യം ഇതാണ്. ഞാനത് പച്ചയായിട്ട് പറഞ്ഞില്ലതേ ഉള്ളൂ. അപ്പൊ ഞാൻ അവിടെ ഉണ്ടാകുമ്പോൾ ഓടി എന്റെ അടുത്തേക്ക് എല്ലാരും വരും. എന്റെ അടുത്തേക്കാണ് എല്ലാരും വരുന്നത് എന്നുള്ളതൊരു പ്രശ്നമായിട്ടുണ്ട് ഉണ്ടാകും. അതുകൊണ്ടാണ് ഇനി ഞാൻ പൊതുജനങ്ങൾ പങ്കെടുക്കേണ്ട വേദിയിലേക്ക് എത്തണ്ടെന്ന് ഉള്ള നൈസായിട്ട് ഒഴിവാക്കി പോയത്. അതാണ് എന്നെ അവഗണിച്ചത്. ഞാൻ അങ്ങനെ മാറി നിൽക്കേണ്ട ഒരാളല്ലല്ലോ. എന്നിട്ട് ഞാൻ പൂർണ്ണമായിട്ട് മാറി വീണ്ടും വക്കീൽ ഓഫീസിലേക്കൊക്കെ പോയി. പക്ഷെ അപ്പോഴും എല്ലാവരും എന്നോട് പൊതുമണ്ഡലത്തിലേക്ക് വരണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോ സ്ത്രീകൾ വരെ സാറ് പഴയ പോലെ വരണമെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ പാർട്ടിക്കാരും എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. കോൺഗ്രസിന്റെ നേതാക്കളും ഇവിടുത്തെ MP ഉൾപ്പെടെയുള്ളവര് നിരന്തരമായിട്ട് എന്നോട് ഇങ്ങനെ പോകരുത്, ഒരുപാട് അനുഭവ പരിചയമുള്ള ആളാണ്, അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം, നമുക്ക് നന്നായിട്ട് പ്രവർത്തിക്കാനുള്ള സ്പേസ് ഞങ്ങൾ തരുമെന്ന് പറഞ്ഞു. BJP-ക്കാർ വിളിച്ചു, മറ്റു പല പാർട്ടിക്കാർ വിളിച്ചു. അപ്പൊ വളരെ ആലോചിച്ചു. ചർച്ച നടന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. BJP-ക്കാർ എന്നോട് ചോദിച്ചല്ലോ, എന്റെ പാർട്ടി, ഞങ്ങളുടെ പാർട്ടി വരണം എന്നോട് പറഞ്ഞത് ഞാൻ അന്നേ പറഞ്ഞല്ലോ. എല്ലാ BJP ഉൾപ്പെടെയുള്ള പ്രമുഖ പാർട്ടിക്കാര്, BJP എന്ന് പേരെടുത്ത് പറഞ്ഞ പ്രമുഖമായ പല പാർട്ടിക്കാരും എന്നെ ക്ഷണിച്ചു എന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ എങ്ങോട്ട് പോയി അന്നല്ല, എന്നെ ഇങ്ങോട്ടല്ലേ അന്വേഷിച്ചു വന്നത്. അപ്പൊ അതെല്ലാം ആൾക്കാർ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് പറ്റുന്നില്ല, പാർട്ടി മാറാൻ പറ്റുന്നില്ല. പക്ഷെ അവസാനം ഞാൻ തീരുമാനിച്ചു, എന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. ഞാൻ എന്തിനാ അങ്ങനെ ഒതുക്കപ്പെടണം? അത് ശരിയല്ല എന്ന് ഞാൻ സ്വയം ചിന്തിച്ചു. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാവുന്ന സ്പേസിലേക്ക് പോകണമെന്ന് വെച്ചു. അതാണ് നാഷണൽ ലെവലിലുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ആ പാർട്ടിയിലേക്ക് ചേർന്നു. ഇന്ത്യ സഖ്യത്തിലാണ് ഇന്ത്യയിൽ മുഴുവനും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് പറ്റിയ ഒരു സ്പേസാന്ന് തോന്നി. അവര് വളരെ ആശ്വാസമായിട്ട് പ്രവർത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം, സൗകര്യങ്ങൾ തരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. പാർട്ടി മാറി ഇവിടെ എത്തിയപ്പോ രണ്ട് പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസമായിട്ട് എന്താ തോന്നുന്നത്? ഇവിടെ കുറെ കൂടെ സ്വാതന്ത്ര്യമുണ്ട്. മറ്റേടത്താണെങ്കിൽ അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, പിന്നെ ആ ഭാഗത്തൊരെണ്ണം കൊടുത്ത് അത് വേറെ പാർട്ടിയാ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് അവിടെയുണ്ട്. പിന്നെ പല കാര്യങ്ങളും ഞാൻ പിന്നെ അതൊക്കെ അതിജീവിച്ചാണ് ഒരുപാട് പോയിട്ടുള്ളത്. നയപരമായ കാര്യങ്ങളൊക്കെ ആലോചിക്കും. ബാക്കി ഒരു ആപ്ലിക്കേഷൻ വരുമ്പോൾ മൊത്തം അങ്ങ് പാർട്ടി കൊടുക്കണ്ടല്ലോ. പാർട്ടിക്ക് വിധേയമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് അന്നേ പറയുമായിരുന്നു നേതൃത്വം. കുറെ കൂടി എല്ലാം അങ്ങ് പാർട്ടി, ഒരാളൊരു ആപ്ലിക്കേഷൻ തന്നത് പാർട്ടി കൊടുക്കേണ്ട ആവശ്യം എന്താ? പൊതുവായ വികസന പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ നയപരമായ കാര്യങ്ങളെ ചർച്ച ചെയ്യേണ്ടതുള്ളൂ എന്നുള്ള നല്ല ബോധ്യം എനിക്കുള്ളതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ സംസാരിക്കാറ്. ഒരാളൊരു ചികിത്സാ സഹായത്തിന് വന്നാലേ വേറൊരു സഹായത്തിന് കത്ത് തന്നാൽ എവിടെ അത് സഹായിച്ചു കൊടുക്കാൻ പറ്റുമോ അവിടെ ഇടപെടും. അത്രയേ ഉള്ളൂ. അതൊക്കെ തന്നെ അവർക്കൊന്നും അത്ര മുഴുവൻ ഇപ്പൊ ഈ മന്ത്രി ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും പാർട്ടി വഴി പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊരു സത്യമാണ്. അത് എനിക്ക് പറ്റില്ല. അത് അതായത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വാക്കാൽ മാത്രമുള്ള ഒന്നായിട്ട് മാറിയിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ചുമ്മാതെ സ്ത്രീകൾക്ക് ഒരു അവസരം കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്ത്രീയായ എന്നെ എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ പറയുന്നത്. ഒരാൾ ഏത് രാഷ്ട്രീയത്തിൽ നിൽക്കണം, ഏത് മതം സ്വീകരിക്കണം, എന്ത് പറയണം എന്നുള്ളതിന് സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനയെ പറഞ്ഞിട്ടുണ്ട്. ഈ CPIM നടന്ന ഭരണഘടനയെ പറ്റി ചർച്ച ചെയ്യും.
CPIM നടപ്പാക്കുന്നില്ലല്ലോ. ഞാൻ ഒരുപാട് സഖാക്കൾക്ക് വിഷമമുണ്ട് എന്നോട് ഇങ്ങനെ കാണിച്ചതല്ലേ. എത്രയോ പേര് പറയാറുണ്ടെന്നറിയോ, പാർട്ടി ഇങ്ങനെ ചെയ്യരുതാണ്. അത് പാർട്ടി മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങൾ എന്താ ചർച്ച ചെയ്യാത്തത്? സഖാവെ, ചർച്ച ചെയ്ത അന്ന് തന്നെ പാർട്ടിയിൽ പുറത്താക്കത്തില്ലേ? ഇതാണ് അവസ്ഥ. പേടിയാണ്. പേടിച്ചിട്ട് ആരും മിണ്ടത്തില്ല, സൈലന്റ് ആയിട്ടിരിക്കും. അത് എനിക്ക് പറ്റത്തില്ല. എന്തായാലും അങ്ങനെ അടിമത്തത്തോടെ ഇരിക്കാൻ എത്ര നാളിരുന്നെങ്കിലും പറ്റത്തില്ല. ഞാൻ ഒരു കാര്യവും ആഗ്രഹിച്ചിട്ടല്ല എന്നുള്ളത് നമുക്കറിയാം. അതിനേക്കാൾ ഏറ്റവും രസം, കഴിഞ്ഞ തവണ അദ്ദേഹത്തെ ജയിപ്പിക്കാൻ വേണ്ടി ഞാനൊരു വീഡിയോ കൊടുത്തു എൻ്റെ വീട്ടിൽ നിന്ന്. അത് എന്നെക്കാൾ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കണമെന്നും തീർച്ചയായും എന്നെക്കാൾ ഉയർന്ന സ്ഥാനത്ത് അദ്ദേഹം വരുമെന്നും അപ്പൊ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നും എനിക്കും ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷെ അതൊക്കെ അസ്ഥാനത്തായി പോയി. ആ വീഡിയോ ഇപ്പം ഞാൻ എതിർ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ഞാൻ അന്ന് അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിച്ച വീഡിയോ ഇട്ട് അദ്ദേഹം 4 വോട്ട് പിടിക്കാൻ ശ്രമിക്കുക. അത്രയ്ക്ക് അധപ്പതിച്ച ഒരു സംസ്കാരം ശരിയാണോ? അത്രയും നിലവാരത്തിലേക്ക് എത്തിയോ? ഇപ്പോഴും എന്റെ ശബ്ദം വേണോ അവർക്ക് ജയിക്കാനായിട്ട്? ആ വീഡിയോ ഫുള്ള് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക. അത് ഒട്ടുമേ ഒരു ലീഗലി ശരിയല്ല, ഒരു മാനേഴ്സ് ഇല്ലാത്ത ഒരു പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആ പാർട്ടി കാണിക്കുന്ന പ്രവർത്തനമാണ്. സോഷ്യൽ മീഡിയ അറ്റാക്ക്, ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും ഇല്ലാതെ വളരെ മോശപ്പെട്ട ഭാഷയില്. ഇതുകൊണ്ട് എല്ലാവരും എന്നോട് ചോദിക്കുന്ന, ആ പാർട്ടിയിൽ എങ്ങനെ ഇത്ര നാള് നിന്നു എന്നുള്ളതാണ്. ഒരു കുറ്റം പോലും പറയാനില്ല. പാർട്ടി മാറി എന്നുള്ളതല്ലാതെ, പാർട്ടി മാറി എന്നുള്ളൊരു കുറ്റമാണോ? എത്രയോ പേര് ഏതെല്ലാം പാർട്ടിയിലേക്ക് മാറുന്നു. കോൺഗ്രസിൽ നിന്ന് എത്ര പേര് CPM വന്നു, അതിന് കുറ്റമില്ലേ? അവരെയൊക്കെ സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ലേ? അതൊക്കെ കുറ്റമാണ്. അപ്പൊ ഇതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങള് ഒരു വിലയും ജനങ്ങൾ കൽപ്പിക്കില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ആ പ്രതികരണമാണ് ഞാനിപ്പോ ചെല്ലുമ്പോ കാണുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ ഈ പറയുന്നത് പോലെ പോകുന്ന വഴിയിലൊക്കെ കുഞ്ഞുങ്ങളടക്കം ഐഷാ കാണാൻ വേണ്ടിയുള്ള തിരക്കിലും ആഹ്ലാദത്തിലും ഒക്കെയാണ്. ഈ പറയുന്നത് പോലെ ജനങ്ങൾ ഇങ്ങനെ കൂടെ നിൽക്കുമ്പോൾ ഈ CPM വോട്ടുകൾ കൂടെ നമുക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ടോ? കിട്ടിക്കൂടായില്ല. ഞാനത് ഓപ്പണായിട്ടൊന്നും പറയുന്നില്ല. തീർച്ചയായിട്ടും നല്ല മനസ്സോടെ പലരും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്കെല്ലാം അവരോടെല്ലാം സ്നേഹമാണ്. ഒരു വിഭാഗം നേതാക്കൾ കാണിക്കുന്ന ഒരു ഏകാധിപത്യത്തിന്റെ ഒട്ടും ഇഷ്ടപ്പെടാത്ത വലിയൊരു ഭാഗം സഖാക്കൾ തന്നെയുണ്ട്. ഒരുപക്ഷെ അവരും ചിന്തിച്ചുകൂടായി ഇല്ല. മനുഷ്യർക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള എൻ്റെ അടുത്തേക്ക് ആർക്കും ഓടി വരാം. ഏത് ജനങ്ങളും ഒരു കത്തും ഇല്ലാതെ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളതാണ്. അതാണ് അവരുടെ സ്നേഹം. നമ്മൾ സാധിക്കുമെങ്കിൽ അപ്പം ചെയ്തു കൊടുക്കും. അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് ജനപ്രതിനിധിയായിട്ട് വന്നാൽ താല്പര്യം ഉണ്ടാവുന്നവരുണ്ടാകും. തീർച്ചയായിട്ടും എന്തായാലും പ്രതീക്ഷ എന്ന് പറയുന്നത് 100% എന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നത്. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അതാ കണ്ടില്ലേ, ജനങ്ങളുടെ സ്നേഹമാണ് എൻ്റെ പ്രതീക്ഷ. അവർ തന്നിട്ടുള്ള കരം. ഞാൻ അവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയായിരുന്നു എല്ലാപ്പോഴും. MLA ആയിരിക്കുമ്പോഴും എത്ര സമയമില്ലാത്തപ്പോഴും ഒരു മരണം വന്നാൽ, കല്യാണം വന്നാൽ, അവരുടെ പ്രശ്നങ്ങൾ വന്നാൽ, എവിടെയെങ്കിലും ഒരു പ്രയാസങ്ങൾ വന്നാൽ ഓടിയെത്തുമായിരുന്നു. അത് അവരെല്ലാം കണ്ടുകൊണ്ടിരുന്നിട്ടുള്ളതാണ്. ആർക്കും വന്ന് കാണാമായിരുന്നു. ഒരാളുടെ ഇടനില വേണ്ടായിരുന്നു. ഒരിടനിലയും വേണ്ടാതെ നേരിട്ട് വന്ന് കാണാൻ കഴിയുമായിരുന്നു. എല്ലാവർക്കും അറിയാം. അതാണ് എൻ്റെ ഒരു പൂർണ്ണമായ വിശ്വാസം. ജനങ്ങളുടെ ആ കരുതലും സ്നേഹവും തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് തന്നെയാണ് അത് റിസൾട്ടിൽ പ്രതിഫലിക്കും. ഇതാണ് കൊട്ടാരക്കര UDF സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത്. ആത്മവിശ്വാസമാണ്. പാർട്ടി മാറി എന്നതോ വിമർശനങ്ങൾ ഉണ്ട് എന്നതോ ഒന്നും തന്നെ തങ്ങളെ ബാധിക്കില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ടുള്ള പ്രചാരണ പരിപാടി.